ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ഒരു ജനാധിപത്യ മതേതര പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് തുടരേണ്ടുന്നത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. രാജ്യം നേരിടുന്ന കനത്ത വെല്ലുവിളികളിൽ മതന്യൂനപക്ഷങ്ങൾക്കും സാധാരണക്കാർക്കും അഭയം നൽകാൻ കഴിയുന്ന നിലപാടുകളുള്ള പ്രസ്ഥാനം ഇടതുപക്ഷം മാത്രമാണ്. നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് വീണ്ടും ജനവിധി തേടുന്നത്. മൂന്നാമതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ച് ഇവിടെ ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്. എന്നും എക്കാലവും ഇവിടെ സാധാരണക്കാരായ ആളുകളെയും മധ്യവർഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ളത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മാത്രമാണ്. ഇവിടെ സ്ഥാനാർത്ഥിയും സ്വാഗത പ്രാസംഗികൻ സഖാവ് അഡ്വക്കേറ്റ് ശ്രീ സജിത്തും അധ്യക്ഷനുമെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം നമ്മളോട് പറഞ്ഞു. ഏതൊരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോഴും നേതാക്കന്മാരെല്ലാം നമ്മുടെ മുമ്പിൽ വന്ന് പ്രസംഗിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പെന്നാണ്. ഇതുവരെ നടന്നതോ ഇനി വരാൻ പോകുന്നതോ അല്ല, ഈ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. സാധാരണഗതിയിൽ എല്ലാവരും പ്രയോഗിക്കാനുള്ള ഒരു പ്രയോഗമാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എത്ര രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്നു എന്നത് എവിടത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതിന്റെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിനെ നമ്മൾ ഏറ്റെടുക്കുന്നത്. കേരളം ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരത നേടിയ നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹം വ്യത്യസ്ത പാറ്റേണുകളിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന വിധത്തിലല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത്. ഈ രണ്ട് പാറ്റേണിലും ബോധ്യത്തിലുമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളെ ജനങ്ങൾ സമീപിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു പാറ്റേൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു കുടുംബത്തിന് മുന്നിലേക്ക് നമ്മൾ സ്ക്വാഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഒരു വീട് താഴെ നിന്നുകൊണ്ട് സ്ക്വാഡിന്റെ കൺവീനർ ബാക്കിയുള്ള പ്രവർത്തകരെ കൂട്ടിനിർത്തി പറയുന്നു, അത് നമ്മുടെ വീട്. കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും കയറി കൊടുക്കാം നോട്ടീസ്. അവിടെ കയറുന്നു ആണെന്നല്ലേ ഏച്ചി ചോദിക്കുന്നു, നോട്ടീസ് കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. സാധാരണ ഏതാണല്ലോ.